ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ടൈഗർ പാർക്കിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, അതുകൊണ്ട് ക്യൂ ഉണ്ട്. നമ്മുടെ ക്യൂ നമ്പർ 24 ആണ്. സോ നമുക്കിവിടുന്ന് കിട്ടുന്നൊരു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. സോ ഇതാണ് കിട്ടുന്ന ടിക്കറ്റ്. ഞാൻ എടുത്തിരിക്കുന്ന ബിഗ് ടൈഗറും എൻ്റെ ചേച്ചി എടുത്തിരിക്കുന്ന മീഡിയം ടൈഗറുമാണ്. സോ അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും പോകുന്നത്. ബിഗ് ടൈഗറിൻ്റെ അവിടെ ഞാനായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേറെ ആരുടെ ഹെൽപ്പ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫോട്ടോഗ്രാഫേഴ്സിനെ ഹയർ ചെയ്യാം. ഏകദേശം 400 ബാത്ത് എക്സ്ട്രാ കൊടുക്കണം. സോ ഇപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറിനെ ഹയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവിടെ ആ ഒരു സൈഡിലാണ് വെയിറ്റിംഗ് ഏരിയ വരുന്നത്. അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ടോക്കൺ ആകുമ്പോൾ നമ്മൾ അകത്ത് കയറും. സോ നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ തന്നെ ടൈഗറിനെ കാണാൻ പറ്റുന്നുള്ളൊരു ഏരിയ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ ഉള്ളൊരു ഏരിയ. അതായത് നമ്മൾ റിസപ്ഷൻ ടിക്കറ്റ് എടുക്കണം. അവിടെ നിന്നാണ് എന്തെങ്കിലും പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു ടൈഗറിൻ്റെ ഏരിയയാണ്. അതായത് ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. പിന്നെ അതോ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെയിറ്റിംഗ് ഏരിയ വരുന്നത് ഈ ഒരു സൈഡിലാണ്. അപ്പം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നമ്മളെ ടോക്കൺ ആകുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി. ഇവിടെ പിന്നെ ഫോട്ടോ, ടൈഗറിൻ്റെ ഫോട്ടോസ് എടുത്തത് ഫ്രെയിമൊക്കെ ചെയ്ത് തരും അവർ, ടൈഗറിൻ്റെ കൂടെ ഉള്ളത്. ഇവിടെ സ്നാക്സും വെള്ളം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടും. എന്തെങ്കിലും കഴിച്ചുകൊണ്ട് വേണമെങ്കിലും ഇരിക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ സഫാരി ഉണ്ട്, ടൈഗർ സഫാരി ഉണ്ട്. ഇവിടെ മീഡിയം ടൈഗറാണ്, മീഡിയം സ്മോളോ ആണ്, എനിക്കറിയത്തില്ല. മീഡിയം ടൈഗറോ സ്മോൾ ടൈഗറോ ആണ്. അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്ന ഏരിയയാണ്. നമുക്കിവിടെ ഈ ഒരു കഫറ്റീരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ടൈഗേഴ്സിൻ്റെ ഏരിയ ആണ്. ഫ്രണ്ട്സ്, ഇവിടെ കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്. സ്റ്റാഫുമായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യണം. പിന്നെ എപ്പോഴും ടൈഗറിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഗ്രൂപ്പായിട്ട് നിൽക്കണം. ഫ്ലാഷ് യൂസ് ചെയ്യില്ല, മൊബൈലാണെങ്കിലും ക്യാമറ ആണെങ്കിലും. പിന്നെ ഇതിന് ചുറ്റുമുള്ള ഫെൻസ് ഇലക്ട്രിക് ആണ്, അതിലൊന്നും കയറി പിടിക്കാൻ പാടില്ല. പിന്നെ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം. കൈ വാഷ് ചെയ്തിട്ടേ അകത്ത് കയറാവുള്ളൂ. ഇവിടെ കുറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മളകത്തോട്ട് പോകുമ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബിഗ് മീഡിയം ടൈഗർ. ഈ സൈഡിലോട്ടാണ്. ബിഗ് ടൈഗർ ഇവിടെയാണ്. മീഡിയം ടൈഗർ ഗൈസ്, നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ടൈഗറിനെ ഒന്നും കാണാനില്ല. ഇവിടെ ഒരെണ്ണമുണ്ട്. എൻ്റെ ഭഗവാനെ, ഇതാറെണ്ണം കിടക്കണം. അതൊന്നും ചെയ്യില്ലെന്ന് വിചാരിക്കുന്നു. ആ, നമ്മൾ ആദ്യത്തെ ഒരു ടൈഗറിനെ തൊട്ടു. അവനായിരുന്നു, പാവമായിരുന്നു, കുഴപ്പമൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അവനെയാണ് ആദ്യം തൊട്ടത്. ഇനി നമുക്ക് അടുത്ത ടൈഗറിൻ്റെ അടുത്തോട്ട് പോകാം. നമ്മളങ്ങനെ അടുത്ത ടൈഗറിൻ്റെ അടുത്തോട്ട് പോകുന്നു. ഗായ്സ്, ഞാനിപ്പം എന്താ ടൈഗറിൻ്റെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ആൾ മിണ്ടാതെ കിടപ്പുണ്ട്, വേറെ ഇഷ്യൂസൊന്നുമില്ല. ആൾ നല്ല കൂളാണ്, നോ ഇഷ്യൂസ്. ഞാനിപ്പോൾ ആ വൈറ്റിൻ്റെ അവിടെ കുറച്ച് ഹാർഡായിട്ട് നമ്മൾ തടവി കൊടുക്കണം. ലൈറ്റാക്കി കൊടുത്താൽ അതിന് ക്ലിയാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കണമുണ്ട്, ഉറക്കമൊക്കെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നിങ്ങൾ പട്ടായ വരുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ട സ്ഥലമാണ് ടൈഗർ പാർക്ക് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് പിടിക്കുക, നല്ല സ്ട്രോങ് ബോഡിയാണ്, ഒരു കുഴപ്പമില്ല. നമ്മളെ ഹാരിസിക്കയും എല്ലാവരും വന്നിട്ടുള്ള സ്ഥലം തന്നെയാണ്.
ടൈഗർ. ഇതാണ് ഗൈസ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു, അത് ഓക്കെയാണ്. ഇതാണ് നമ്മുടെ ടൈഗർ. ഫ്രണ്ട് ഫേസൊക്കെ കണ്ടോ, അയാൾ കുട്ടപ്പനല്ലേ. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ടൈഗർ പാർക്കിൽ ഞാൻ തൊട്ട ബിഗ് ടൈഗറിൻ്റെ ആ ഒരു കേജിലെ സീൻസാണ് നിങ്ങൾ കണ്ടത്. ടൈഗർ ഫ്രണ്ട്ലി ആണ്, പിന്നെ ടൈഗറിനെ നോക്കുന്ന ട്രെയിനേഴ്സ് എല്ലാം അവിടെ ഉണ്ടല്ലോ, അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല, വേറെ പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല. പിന്നെ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് എവിടെയാണ് തൊടേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. അവിടെ മാത്രമേ തൊടാനൊക്കെ പാടുള്ളൂ. പിന്നെ ടൈഗർ ഇടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കും, അത് അവർ ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ ടൈഗറിന് അങ്ങനെ ഒരു ഇത് അതിന് സ്വന്തമായിട്ട് തോന്നിയിട്ട് അത് ചെയ്യുന്നതല്ല, അതിനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല. പിന്നെ പേടിയുള്ളവരാണെങ്കിൽ സ്മോൾ ടൈഗർ ഉണ്ട്, മീഡിയം ഉണ്ട്, ഈവൻ ന്യൂ ബോൺ ബേബി വരെ ഉണ്ട്. ഇതാണ് മീഡിയം ടൈഗർ. എല്ലാ കേസിലും 2 ടൈഗേഴ്സ് ഉണ്ടാവും. നമുക്ക് 2 ടൈഗേഴ്സിനെ തൊടാനുള്ള ചാൻസ് ഉണ്ട്. ഈ 50 ബാത്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ചെറിയൊരു മിനി വാനുണ്ട്, അതിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സഫാരി പാർക്കിൽ ജസ്റ്റ് ഒന്ന് ഒരു റൈഡ് പോലെ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്, ചെറിയൊരു മഴയുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ടൈഗർ പാർക്കിലെ മെയിൻ കാഴ്ചകൾ. മെയിൻ ടൈഗർ തന്നെ, ടൈഗറിനോട് ഒന്ന് ഫോട്ടോ എടുക്കുന്നത് അതൊക്കെ തന്നെയാണ്. നമുക്ക് വേറൊരു നാട്ടിൽ പോയാൽ, വേറൊരു കൺട്രിയിൽ പോയാൽ ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല. സോ തായ്ലാൻഡിൽ മിക്കവരും വരുന്നത്, ഫാമിലിയൊക്കെ വരുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കൊടുക്കുന്ന എക്സ്പെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വെർത്താണെന്ന് തന്നെ പറയാം. നമുക്ക് വേറൊരു സ്ഥലത്ത് നമുക്ക് ടൈഗറിനെ ഇങ്ങനെ അടുത്തൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ആണെങ്കിൽ പോലും ദൂരെ ഒരു കേജിൽ കണ്ടു എന്നുള്ളൊരു ലെവലിലാണ്. ഓക്കെ, സോ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്നാണ് പറയുന്നത്. ഇതും പട്ടായയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പം കറൻ്റ്ലി 4ാമത്തെ ദിവസമാണ് പട്ടായയിൽ. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു പഴയ ഒരു ടെമ്പിളിൻ്റെ ഒരു സ്ട്രക്ചറിൽ അവർ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു പ്രൈവറ്റ് സംഭവമാണ്, കാരണം ഇത് ബിസിനസ്മാൻ ബിൽഡ് ചെയ്തതാണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമ്മളപ്പോൾ നമ്മളെ സ്കൂട്ടറിലാണ് വന്നത്. സ്കൂട്ടറിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒത്തിരി നല്ല കിടിലം സ്കൂട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഹോണ്ടയുടെ ഫോഴ്സ എന്ന് പറയുന്ന ഒരു സ്കൂട്ടറാണ്, മാക്സി സ്കൂട്ടറാണ്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ എൻട്രൻസ് വരുന്ന ഏരിയ. അത് നമുക്ക് വണ്ടി ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കഫേസൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കഫേസൊക്കെ ഉണ്ട്. ഇവിടുന്ന് കുറച്ച് നടക്കണമെന്ന് തോന്നുന്നു, അറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അത് ആ സൈഡിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ്സ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈൻ എടുത്താലും അവിടെ ചെന്ന് നമ്മൾ സോഫ്റ്റ് കോപ്പി കളക്ട് ചെയ്യേണ്ടതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ടിക്കറ്റ്. പിന്നെ ഒരു സ്ട്രാപ്പും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിൽ ഒട്ടിക്കണം, ഈ ഒരു സ്ട്രാപ്പ്. ഇതാണ് ടിക്കറ്റ്. നമ്മൾ നേരത്തെ ഈ ടിക്കറ്റിൻ്റെ റേറ്റ് ഏകദേശം ഇന്ത്യൻ കറൻസി 832 രൂപ സംതിങ് ആണ്. സോ നമ്മൾ മിക്ക ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കെലുക്ക് എന്ന് പറയുന്ന ആപ്പിൽ കൂടെയാണ്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കെലുക്ക് എന്ന് പറയുന്ന ആപ്പ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് തായ്ലാൻഡിലും മറ്റുള്ള കൺട്രീസിലുള്ള എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഒരു ഗൈഡിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ നിങ്ങളിപ്പം തായ്ലാൻഡിലോട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 50K ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തായ്ലാൻഡിൽ വരാം. നിങ്ങളിവിടെ വരിക, പട്ടായയിൽ വരിക, ജസ്റ്റ് റെൻറ്റിന് ഒരു സ്കൂട്ടർ എടുക്കുക, കറങ്ങുക. നിങ്ങൾക്ക് മാപ്പ് നോക്കി എവിടെയൊക്കെ വേണം പോകേണ്ടത് അത് മാപ്പ് നോക്കി പോവാം. നിങ്ങൾക്ക് ടിക്കറ്റ്സ് എടുക്കേണ്ടത് കെലുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതുമാണ്. ഓ, ചേട്ടനും ചേച്ചിയുണ്ട് നമ്മളവിടെ. ഹായ്. ആ ഫ്രണ്ടിൽ കാണുന്നത് നക്ലുവ കിച്ചൺ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റാണ്. എൻ്റെ ഫ്രണ്ട് ഇരുന്നാൽ നിങ്ങൾക്ക് നേരെ സീയും കാണാം, പിന്നെ സാങ്ച്വറി ഓഫ് ട്രൂത്തും കാണാം. വ്യൂ പോയിൻ്റ് അവിടെയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് നടക്കുന്നത്. much
നമുക്കിവിടെ ഇതാണ് വ്യൂ പോയിന്റ് 1. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ ഫുഡൊക്കെ കഴിച്ച് നല്ല സീ ഫേസിങ് വ്യൂ കിട്ടും. അങ്ങ് ദൂരെ ഐലൻഡ്സ് കാണാം. നമുക്കിനി ഇതിൻ്റെ താഴെ അകത്തോട്ട് അങ്ങ് താഴെ ഇറങ്ങി പോകാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് പുരാതനമായ ഒരു സംഭവമല്ല. ഇത് ഇവർ കൺസ്ട്രക്ട് ചെയ്തെടുത്തതാണ്. ഒരു ബിസിനസ്സുകാരൻ കൺസ്ട്രക്ട് ചെയ്തെടുത്തതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇത്രയും ഇതിനെ ഫേമസ് ആക്കിയിരിക്കുന്നത്. ഈ സ്റ്റെപ്സ് കുറച്ച് സ്റ്റീപ്പാണ്. താങ്ക് യു. You can go straight and follow the English-speaking guide. Go straight, and you can see the guide. Because they start recently. Yeah, thank you. Yes, നമുക്ക് ഇവിടുന്ന് വഴി പറഞ്ഞത് നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. ഗൈസ്, ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർ ഈ ക്യാപ്പ് വരും. എൻ്റെ ക്യാപ്പ് വരേണ്ടി വന്നു. സോ ഈ ക്യാപ്പും വെച്ച് വേണം നമ്മൾ പോകേണ്ടത്. ടോപ്പിലൊക്കെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് അവർ സേഫ്റ്റി ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞത്. സോ നമ്മളിപ്പം നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിൻ്റെയൊക്കെ കുറച്ച് പാർട്സുകളാണ് ആ വുഡൻ സ്ട്രക്ചറിന്. എനിക്ക് തോന്നുന്നു ഇത് മിക്കപ്പോഴും മെയിൻ്റനൻസ് ആയിരുന്നു. ഇത് മെയിൻ്റനൻസ് ഏരിയയാണ്. അവർ ഈ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക. മെയിൻ്റനൻസ് ഏരിയ ഓരോ പാർട്സ് അവർ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുന്നതാണ്. ഫുൾ അതിൻ്റെ വർക്ക് നടക്കുകയാണ് കാര്യം. അതായത് ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ മെയിൻ്റനൻസ് വർക്കെല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു മെഷീൻ, കട്ടിങ് മെഷീനുണ്ട്. ഭയങ്കര സൗണ്ട് അതാണ്. ഇതതിൻ്റെ ഒരു മിനിയേച്ചർ സംഭവം അവർ ബിൽഡ് ചെയ്യുന്നതാണ്. സെഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ ഒരു മിനിയേച്ചർ സ്ട്രക്ചറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ സ്ട്രക്ചർ കാണും. ഒരു പൂച്ച ഒരു മ്യാവ് ഇരിക്കുന്ന കണ്ടു. സോഫ ഇടലാണ്. ഇവിടെ ഗൈഡ് ഉണ്ടാവും.